വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പുഡിംഗ് ആണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് പാനിലേക്ക് ഒരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഈ ഷുഗർ നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഈ ക്യാരമലൈസ്ഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി അത് നന്നായിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും വരത്തക്കവണ്ണം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമേ. അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആ ബ്രൗൺ കളർ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് പാല്, പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി നമ്മൾ നമ്മുടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ആ വെള്ളമൊന്നും വീഴാതെ അത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 35 to 40 മിനിറ്റ്സാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീമായി വരാനൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പം നമ്മുടെ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുഡിംഗ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിതൊരു 5 hours ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് ടേസ്റ്റ്. എന്നിട്ടാണ് ഞങ്ങൾ ഇത് പാത്രത്തിലേക്ക് എടുത്തത്. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണേ. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഈസിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണേ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സൂപ്പർ ടേസ്റ്റി, എല്ലാവരും ട്രൈ ചെയ്യണേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.